നിങ്ങൾ ഉടനെ ജ്യോതിയുടെ വീട്ടിൽ പോണം. ഒരാളല്ല, 3 പേരും ഒരുമിച്ച് പോണം. അവന്റെ ജ്യോതിക്കുള്ള ആഭരണങ്ങളും ഡ്രസ്സുകളും നിങ്ങൾ തന്നെ നിങ്ങളുടെ അമ്മയെ ഏൽപ്പിക്കണം. എങ്ങനെയുണ്ട്? വാട്ട് ആൻ ഐഡിയ? ഇപ്പൊ നിങ്ങളുടെ പരിഭവം മാറിയില്ലേ? സന്തോഷമായമ്മേ. അമരാവതിയിലെ മരുമക്കൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു സമ്മാനവും ഇനി കിട്ടാനില്ല. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി മൈ ഡോട്ടേഴ്സ്. മരുമക്കളായ നിങ്ങളുടെ കടമയാണ്. അപ്പോ നിങ്ങൾ ഓക്കെ അല്ലേ? എന്താ സംശയം? മരുമക്കളുടെ കടമ ഭംഗിയായിട്ട് ഞങ്ങൾ നിറവേറ്റും. അല്ലെങ്കിലും അവന്റെ ഐഡിയ എപ്പോഴും സൂപ്പർ ആയിരിക്കും. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്തു പഴഞ്ചൊല്ല്? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ വൈഫ് എന്ന്. കറക്റ്റ് അല്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ അത് വൈഫല്ല, ലൈഫാ. രണ്ട് ശരിയാ. വൈഫ് ഉണ്ടെങ്കിലല്ലേ ലൈഫ് ഉള്ളൂ. അപ്പൊ ശരി, നിങ്ങളത് സമ്മതിച്ചെന്ന് ഞാൻ ചെന്ന് അവനോട് പറയാം. ബൈ ഡോട്ടേഴ്സ്. കൂനിന്മേൽ കുരുന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇനി അവളുടെ വീട്ടില് തുണി കൊണ്ടു കൊടുക്കേണ്ട നാണം കെട്ട ജോലി കൂടി നമ്മൾ ചെയ്യണം പോലും. എന്തൊരു മാനക്കേട് ഇത്. ഈ പണിക്ക് ഞാനില്ല. ഞാനുമില്ല. അന്തസ്സും അഭിമാനവും എല്ലാവർക്കും ഉണ്ട്. അത് കളഞ്ഞിട്ടുള്ള ഒരു കാര്യവും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഞാനും വരില്ല. അങ്ങനെയല്ല, ഇതൊരു നല്ല അവസരമാണ്. അവസരോ? അതെ, നല്ല ഒന്നാന്തരം അവസരം. ഈ അവസരം നമ്മൾ ഭംഗിയായിട്ട് മുതലെടുത്താ പിന്നെ ഈ അമരാവതിയുടെ മുറ്റത്തൊന്ന് കാല് കുത്താൻ പോലും അവൾക്ക് കഴിയില്ല. മായച്ച എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പറയാം. പക്ഷേ എന്തു വന്നാലും നമുക്കവിടെ പോണം. എന്റെ പൊന്നു മോതിരമേ, നീ എനിക്കൊരു വലിയ ബാധ്യതയായി മാറിയല്ലോ. നീ കയ്യിൽ വന്നതോടെ എന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ അങ്ങ് പോയി കിട്ടി. മോൾ എന്തായി ഒറ്റയ്ക്കെന്ന് പറയുന്നേ? എന്തിനാ ഈ മോതിരം എപ്പോഴും ഇങ്ങനെ എടുത്തു നോക്കുന്നേ? കണ്ടിട്ട് മതിയാവുന്നില്ലായിരിക്കും. പിന്നെ മതിയാവുന്നില്ല. ഈ കുന്തം എവിടെയെങ്കിലും ഒന്ന് എറിഞ്ഞു കളഞ്ഞാലോന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മോളുടെ മമ്മി വലിയ കണക്കുകൂട്ടല്ല. അതെ, ആന്റി ഒരു കാര്യം പറയാം. ഇതുപോലൊരു ബന്ധം മോൾക്ക് ഈ ജന്മത്ത് കിട്ടത്തില്ല. ഇത് നടന്നാ പിന്നെ മോൾ ആരാ? രാജകുമാരിയാ. ഇവിടെ കിടന്നിങ്ങനെ നരയിക്കേണ്ട ഒരു കാര്യമില്ല. സുഖ ജീവിതം. അമരാവതിക്കാരുടെ പണവും സ്വത്തും കണ്ടിട്ടാണോ മനുഷ്യന്റെ സന്തോഷത്തിന്റെ അളവുകൾ പണമാണെന്ന് ആന്റിയോട് ആരാ പറഞ്ഞേ? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കാശില്ലാത്തവർക്ക് ഈ ലോകത്ത് ഒരു വിലയും ഇല്ല. ഇതുപോലെ ഏതെങ്കിലും അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് ചാവാം, അത്രേ ഉള്ളൂ. ഇയാൾ എന്തിനാ വീഡിയോ കോൾ ചെയ്യുന്നത്? ഇയാൾ എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നാ തോന്നുന്നു. എന്റെ പൊന്ന് ഹിറ്റ്ലറെ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഒരു ഫോൺ കയ്യിലുണ്ടെന്ന് കരുതി ആളുകളെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഞാനങ്ങ് പുഴുങ്ങി തിന്നു. എന്റെ വല്ല കുഴപ്പമുണ്ടോ? നീ ആയതുകൊണ്ട് ചിലപ്പോ അതും ചെയ്യും. എന്തും ചെയ്യാൻ കഴിയുന്ന ആളല്ലേ. എന്നിട്ട് ആ മോതിരം കൊണ്ട് നിന്റെ വിശപ്പ് മാറിയോ? അയ്യാടാ, ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. തന്റെ മോതിരം
എങ്ങനെയെങ്കിലും ഈ കുരിശ് എന്റെ തലയിൽ നിന്ന് ഇറക്കി തരാവോ? തനിക്ക് പുണ്യം കിട്ടും. കിച്ചണിലാണോ റിങ് സൂക്ഷിക്കുന്നത്? എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാ ആ റിങ്. അത് നഷ്ടപ്പെടുത്തരുത്. അല്ല, നിങ്ങളോട് എനിക്ക് ഈ മോതിരം തരാൻ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ദേ, ഇനി ഇതുപോലെ മോതിരം കാണാനാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയുണ്ടല്ലോ, തന്റെ മോതിരം ഞാൻ എണ്ണയിലിട്ട് അങ്ങ് പൊരിക്കും. മനസ്സിലായോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ റിംഗ് എക്സ്ചേഞ്ചിന്റെ സമയത്ത് ആ മോതിരം നിന്റെ കയ്യിലുണ്ടാവണം. ഇത്രയ്ക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഇത് ഏൽപ്പിച്ചത്? തനിക്ക് എന്നെ അറിയാൻ മേലാഞ്ഞിട്ടാ ഇടയ്ക്കിടയ്ക്ക് ഈ മോതിരം കാണാൻ വേണ്ടി താൻ എന്നെ വിളിക്കുന്നത്. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച അത് ബാങ്ക് ലോക്കറിൽ വയ്ക്കുന്നതിന് തുല്യോ. അതിനിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം വിളിക്കണമെന്നില്ല. ശല്യം. അയ്യോ, എന്റെ ഓംലെറ്റ്. അയ്യോ, മോളിതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ആ ശ്രീദേവി എവിടെ? ആന്റി പുറത്തെന്തോ പണിയില്ല മമ്മി. മോളിങ്ങോട്ട് മാറി. ഈ പണിയൊക്കെ മമ്മി ചെയ്തോളാം. ഇതെന്താ ഇത്? ഇത് ആ ഹിറ്റ്ലർ കൊണ്ടുവന്ന മോതിര. ഇതെന്തിനാ മോളെപ്പോഴും കൈ കൊണ്ട് കിടക്കുന്നേ? മമ്മിയുടെ കൈ തന്നേക്ക്, ഞാൻ സൂക്ഷിച്ചോളാം. അത് വേണ്ട മമ്മി, ഈ മോതിരം സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഇടയ്ക്കിടയ്ക്ക് അയാൾ എന്നെ ഫോണിൽ വിളിച്ച് ഈ മോതിരം കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അത് മോതിരം കാണാനായിരിക്കില്ല, പിന്നെ മോളെ കാണാനായിരിക്കും. ഒന്ന് പോ മമ്മി, അയാൾക്ക് നല്ല ഒന്നാന്തരം വട്ട. തലയിൽ വല്ല നെല്ലിക്കാത്തളവും വെക്കണം. അതൊക്കെ മോൾ അവിടെ ചെന്നിട്ട് ചെയ്താ മതി. അയ്യോ, മമ്മിയും കോമഡി പറയാൻ തുടങ്ങിയോ? ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. മമ്മി ഫോൺ, എന്റെ ഫോൺ. അങ്ങനെ ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് നീ മോഹിക്കണ്ട. ആ DKയുടെ തലയിൽ തന്നെ നിന്നെ ഞാൻ വെക്കും. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. May I coming, son? Yes. അമ്മ എന്താ ഇവിടേക്ക്? ഒരു സന്തോഷം വന്നാലേ അത് അപ്പൊ തന്നെ മുഖതാവിൽ പങ്കുവെക്കണം, അല്ലെങ്കിലേ അതിന് രസം അങ്ങോട്ട് പോകും. ഇത്രയ്ക്ക് രസമുള്ള എന്ത് സംഭവം ഉണ്ടായി? ഗീബുദമേ ബിഗ് പണി, 3 ഫ്ലാറ്റ്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ ചിരിക്കാത്ത കാര്യം എന്താണെന്ന് പറ. നിന്റെ മരുമക്കൾ 3 പേർക്കും അമ്മ ഉഗ്രൻ ഒരു പണി കൊടുത്തു. എന്തു പണി? അതൊക്കെ പറയാം, പക്ഷെ എന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ നീ സമ്മതിക്കണം. ഐസ്ക്രീമോ? അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഷുഗർ കൂടുതലാ. പ്ലീസ് ദേവ, only 1 ഐസ്ക്രീം, ഇല്ലെങ്കിൽ ഐ നോട്ട് ടെൽ യു. ഞാൻ നിന്നോടത് പറയത്തില്ല. വേണ്ട, പറയണ്ട. എനിക്ക് അത് കേൾക്കാൻ വേണ്ട. അതെ, വയസ്സ് എത്രയായിരുന്ന വിചാരം? പത്മാവതി അമ്മയുടെ പ്രായം മുകളിൽ നിന്ന് താഴേക്കല്ല, താഴേന്ന് മുകളിലേക്കാ പോകുന്നത്. പക്ഷെ ഇപ്പോഴും കൊച്ചുകുട്ടികളുടെ സ്വഭാവ. ഒരു പിണക്കം കണ്ടില്ലേ? ശരി, ഇനി ഇതിന്റെ പേരിൽ പിണക്കം വേണ്ട. ഒരെണ്ണം മാത്രമേ അനുവദിക്കൂ. താങ്ക് യു മൈ സൺ. നിനക്ക് എന്നോട് ലവേ എനിക്കറിഞ്ഞുകൂടെ? ഞാൻ ചുമ്മാ നിന്നെ പറ്റിച്ചതല്ലേ. ശരി, ഇനി കാര്യം പറയും. അതെ, നിന്റെ മരുമക്കളും 3 പേരെയും കൂടെ ഞാൻ ജോജിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തിന്? ഡ്രസ്സും ആഭരണമൊക്കെ കൊടുക്കാൻ. ഓ, അവളുമാർക്കേ കുശുമ്പ് ഇത്തിരി കൂടുതല. ജ്യോതിയെ തീരെ ഇഷ്ടമല്ലെന്നേ, അതുകൊണ്ടാ ഞാൻ അവരെ തന്നെ ഇത് ഏൽപ്പിച്ചത്. പുവർ ലേഡീസ്, നത്തിങ് നോ. കുശുമ്പ് അവർക്കാണോ അതോ
അവരോട് അമ്മയ്ക്കാണോ കുശുമ്പ്? ഇതൊക്കെ കുശുമ്പല്ലട മോനെ, ജ്യോതിയിലുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. ബ്യൂട്ടിഫുൾ ഗേൾ, യു ലിവ് ഹാപ്പി. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ചോദിക്കേ. ജ്യോതിയെ ഞാൻ ഡോട്ടറിലോയായി വെൽക്കം ചെയ്തു കഴിഞ്ഞു. നാളെ നിന്റെ മക്കളോ മരുമക്കളോ ഇതിനെ എതിർത്താൽ നീ അവളെ വേണ്ടെന്ന് വെക്കുവോ? ആൻസർ മൈ സൺ, ടെൽ മീ ട്രൂത്ത്. അമ്മേ, അവളെ സെലക്ട് ചെയ്തത് സുപ്രിയ. വേറെ ആരുടെയും ഇഷ്ടവും അനിഷ്ടവും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. സുപ്രിയ തീരുമാനിച്ച വിവാഹം നടക്കും. ഓ മൈ ഗോഡ്, യു ആർ ബിഗ് സൺ. അമ്മ എന്ത് ഇംഗ്ലീഷായി പറയുന്നത്? എടാ, ഇത് മനസ്സാക്കാൻ പോലുള്ള ബുദ്ധി നിനക്കില്ലേ? പുവർ ബോയ്. എടാ, ബിഗ് എന്ന് പറഞ്ഞാലേ വലുതാന്ന്. നീ മനസ്സ് വലിപ്പമുള്ളവനാണെന്ന്. ദയവ് ചെയ്ത് അമ്മ ആർക്കും ഇങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കരുത്. പോയി ഐസ്ക്രീം കഴിക്കും. താങ്ക് യു മൈ സൺ. ഇനി ഐസ്ക്രീം കഴിച്ചിട്ട് തന്നെ കാര്യം. ബൈ. അതെ, ഞാൻ 2 ഐസ്ക്രീം കഴിക്കും. 1 ഫോർ യു, 1 ഫോർ ഐ. ബൈ. ഈ അമ്മയുടെ ഒരു കാര്യം. എന്താ എല്ലാരും കൂടെ? ബാ, ഇരിക്ക്. ഞങ്ങളുടെ ഭാവി അമ്മായിയമ്മയൊന്ന് കാണാൻ വന്നതാ. കൊല്ലാനാണോ വളർത്താനാണോ ഈ വരവ്? വളർത്താൻ തന്നെ. ആശാലതെ, കഴിഞ്ഞ ഒന്നും ആരും മനസ്സ് വെക്കണ്ട. നീ മോളെ വിളിക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടച്ചാ. ഇങ്ങോട്ട് വെച്ചോളൂ. എന്താ ഇത്? ഇത് ഞങ്ങളുടെ അമ്മായിയമ്മയ്ക്കുള്ള സമ്മാനങ്ങളാ. റിംഗ് എക്സ്ചേഞ്ചിന് അണിയാനുള്ള ഡ്രസ്സും ആഭരണങ്ങളും ഇതില്. ആണോ? സന്തോഷം. നിങ്ങൾ ഇത്രയ്ക്ക് സ്നേഹമുള്ളവരാണെന്ന് ഞാൻ കരുതിയില്ല. ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. ഒരാൾക്ക് മാത്രല്ല, എല്ലാവർക്കും കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ ഇതിലുണ്ട്. അതിന് നിങ്ങളോട് ഇതൊക്കെ ആരാ ആവശ്യപ്പെട്ടത്? ഇവിടെ ആരും ഡ്രസ് ഇല്ലാത്തവരല്ല. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവയ്ക്കോ. എന്നിട്ട് ആ ഹിറ്റ്ലറിനെ തന്നെ ഏൽപ്പിച്ചോ. അമരാവതിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ദാനം കൊടുക്കുന്നത് ആരും ആവശ്യപ്പെട്ടിട്ടല്ല. ഞങ്ങൾ ആരുടെയും ദാനങ്ങൾ സ്വീകരിക്കാറുമില്ല. പിന്നെ എന്തിനാ? ചിത്ര, മതി. കാര്യം, ഞങ്ങളുടെ അമ്മായിയമ്മയായിട്ട് നിന്നെ ആദ്യം സെലക്ട് ചെയ്തത് ഞങ്ങള് തന്നെയാ. പിന്നീട് നമുക്കിടയിലുണ്ടായ ചില കാര്യങ്ങൾ മൂലം നിന്നെ വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോ ഞങ്ങളുടെ മനസ്സിലെ ആ ദേഷ്യമൊക്കെ മാറി. ഇനി ഒരു പക്ഷേ ഞങ്ങൾ എതിർത്താലും DK ഈ വിവാഹം നടത്തും. പിന്നെ ഞങ്ങൾ എതിർത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇനി നമുക്ക് ഒന്നിച്ചങ്ങ് മുന്നോട്ട് പോവാം. എന്താ, നിനക്ക് സമ്മതമല്ലേ? ഈ സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്നത് നമ്മൾക്കിടയിലുള്ള എല്ലാ പിണക്കങ്ങളും മാറാൻ വേണ്ടി തന്നെയാ. അത് നന്നായി. ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുമ്പോ ആർക്കും പരസ്പരം പിണങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. ആശാലതെ, നീ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശ്രീദേവി, വേണ്ട, ഇവര് നമ്മുടെ ബന്ധുക്കളാ, ജോലിക്കാരിയല്ല. നീയാ ഇവരെ സൽക്കരിക്കേണ്ടത്. ചെല്ലേ, നിങ്ങൾ 3 പേരും ഇങ്ങോട്ട് ഇരിക്കും. അതിനൊക്കെ ഇനി ധാരാളം സമയമുണ്ടല്ലോ. കുടിക്കാനൊക്കെ പതുക്കെ എടുത്താ മതി. ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ അമ്മായിയമ്മയുടെ മുറിയൊക്കെ ഒന്ന് കാണട്ടെ. ചിത്രേ, ആ പെട്ടി അങ്ങെടുത്തോ. വാ അമ്മായിയമ്മ. ചെല്ലോളെ.
അത് ഈ കട്ടിലേക്ക് വെക്ക്. ഈ മുറിയിൽ ഒരു നല്ല ഫർണിച്ചർ പോലും ഇല്ലല്ലോ. ആ സാരമില്ല, പോകെ പോകെ അതൊക്കെ നമുക്ക് വാങ്ങിച്ചിടാം. ഞാനിവിടെ ഫർണിച്ചർ കടയൊന്നും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇവിടെയുള്ള ഫർണിച്ചറുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് ധാരാളം. നീ പിണങ്ങാതെ, ഞങ്ങള് നിനക്ക് സമ്മാനങ്ങളുമായിട്ടാ വന്നിരിക്കുന്നത്. ദാ നോക്ക്. ഇതുപോലുള്ള ഡ്രസ്സൊന്നും നീ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. DKയുടെ ഭാര്യ ഇനി അങ്ങോട്ട് വില കുറഞ്ഞ വസ്ത്രങ്ങളല്ല ധരിക്കേണ്ടത്. ഒരാളെ നല്ല മനുഷ്യനാക്കുന്നത് വസ്ത്രങ്ങളുടെ പുറമോടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്ന എല്ലാവരും നല്ലവരും അല്ല. സംസാരത്തിലെ ധ്വനി ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിന്നോട് വഴക്കിടാൻ ഇനി ഞങ്ങളില്ല. നീ ഇതൊക്കെ ഒന്ന് നോക്ക്. ഒരു പെട്ടി നിറയെ സാരി ആഭരണങ്ങളുമായാവും അവര് വരുന്നത്. എല്ലാം ലതേച്ചിയുടെ ഭാഗ്യം. 37 കഴിഞ്ഞ രാജയോഗമാണെന്ന് എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല ശ്രീദേവി, അവർക്ക് ജ്യൂസ് മാത്രം കൊടുത്താൽ മതിയോ, അതോ പുറത്തുനിന്ന് എന്തേലും വാങ്ങണോ? അതൊന്നും വേണ്ട ലതേച്ചി, ഇത് നല്ല ഒന്നാം തരം ജ്യൂസ് അല്ലേ. അല്ല, ചേച്ചി പെട്ടി തുറന്ന് കണ്ടായിരുന്നോ? ദേ സാരി നോക്കിയേ, നല്ല വിലയുള്ളതാ. ഇത്രയും വിലപിടിപ്പുള്ള സാരി നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത് നിനക്ക് നല്ലതുപോലെ ചേരും. ഇതൊന്നും ഞാൻ ഇടില്ല. അധികം ആഭരണങ്ങളും എനിക്കിഷ്ടമല്ല. അത് പറഞ്ഞാ പറ്റില്ല. DK നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ ഇതെല്ലാം. DKയുടെ ഭാര്യയാവാൻ പോകുന്നവള് അമരാവതിയുടെ അന്തസ്സിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കണം. ഒരുപാട് ഗസ്റ്റുകളും VIP-കളും ഒക്കെ വരുന്നതാ. ഒരിടത്തും ഒരു കുറവും വരാൻ പാടില്ല. അത് ഞങ്ങൾക്ക് നിർബന്ധമാ. താരെ, ഈ ഡ്രസ് ഒന്ന് നോക്കിയേ. ഇതെങ്ങനെയുണ്ട് വായിച്ചി? സൂപ്പർ ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി എടുത്ത് കാണിക്കണമെന്നില്ല. അതൊക്കെ അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ നോക്കിക്കോളാം. അത് പറ്റില്ല. ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ DK ഞങ്ങളോട് ദേഷ്യപ്പെടും.
നിന്റെ ഇഷ്ടങ്ങൾ നോക്കി എല്ലാം ചെയ്യണമെന്നാ DK ഓർഡർ തന്നിരിക്കുന്നത്. നിനക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാ മതി, മാറ്റി വാങ്ങാം. അതെ, ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒന്നും എനിക്ക് ശീലമില്ല. ദയവേത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ. അതൊക്കെ നീ DKയോട് നേരിട്ട് പറഞ്ഞാ മതി. മൈച്ചി, നമുക്കിറങ്ങാം. എന്തായാലും നമ്മള് വന്ന കാര്യം കഴിഞ്ഞല്ലോ. അതെ അതെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. ഇതൊക്കെ നിന്നെ ഏൽപ്പിക്കാൻ DK പറഞ്ഞു, ഞങ്ങളതനുസരിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള പുതിയ ജീവിതം ആരംഭിക്കാൻ പോവല്ലേ? കാണാം.